അമ്മയുടെയും പപ്പയുടെയും ഡേ 5 ആണ് ഇന്ന് അയർലൻഡിൽ. ആക്ച്വലി ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേ എനിക്ക് ചിലപ്പോഴൊക്കെ എൻ്റെ വോയിസ് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ തോന്നും. ബട്ട് സ്റ്റിൽ ഐ ആം ട്രൈങ് ടു ബി ലൈക്ക് ഒറിജിനൽ. ഞാൻ ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നാറുണ്ട്. എനിവേ, ഇന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗോൾവേയിലൊരു കാത്തലിക് ചർച്ചുണ്ട്. നമ്മുടെ മലയാളം കുർബാന തന്നെയാണ്, മലങ്കര കാത്തലിക് കുർബാനയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 3 പേരുടെ ചർച്ചിൽ പോവുകയാണ്. സൺഡേ ആണെന്ന്. നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഊർജ്ജസ്വലതയോടെയാണ് ഇന്ന് പള്ളിയിൽ പോയത്. ലൈക്ക് നമ്മുടെ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് അയർലൻഡിന് വന്നതിന് ശേഷം. കാരണം ഇവിടെ മിക്ക ദിവസങ്ങളിലും തണുപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് കുദാശ ആയത് കാരണം നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഡ്രസ്സൊന്നും മാറാതെ തന്നെ നമ്മൾ അച്ഛനൊക്കെ വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് ബോറടിക്കായിരിക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. കുറച്ച് നേരം പുറത്ത് പോയിന്ന് വെയിൽ കൊണ്ടു. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നാൽ കടലൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു മമ്മീനെ കൊണ്ട്. മമ്മി ഒരു വൺ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം മമ്മി എടുക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ പാളിപ്പോവെങ്കിലും അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് എടുത്ത് തരും എനിക്ക്. അങ്ങനെ അമ്മേനെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുപ്പിച്ചു. അപ്പോഴത്തേക്കും അച്ഛനും ചേട്ടനും ചിൻചേട്ടനൊക്കെ വന്നു. അങ്ങനെ നമ്മൾ വീട് കുദാശയൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോഴാണ് തിരിച്ചു പോയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ നമ്മുടെ ഒരു നെയ്ബറുണ്ട് ഇവിടെ, ചേച്ചിയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി. രാവിലെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. നെക്സ്റ്റ് ഡേയും നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സണ്ണിനെ അങ്ങ് നമ്മൾ എന്താ പറയുക, നല്ല സൺഷൈൻ കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന്. വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തു. അപ്പം അമ്മ വന്നിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേഴ്സും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു, ബിരിയാണി കഴിച്ചു, കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ച് അവരുടെ അടുത്ത് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചില്ലൗട്ടൊക്കെ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ദിവസത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.